ഈ അൻവിൻ എന്ന് പറയുന്ന എൻ്റെ ബിസിനസ് പാർട്ട്ണർ എന്ന് പറയുന്ന അൻവിനെ പറ്റിയുള്ള കാര്യങ്ങളും അലിഗേഷൻസും എല്ലാമായിട്ട് നമുക്ക് അങ്ങ് തുടങ്ങാം. ഓക്കെ ഓക്കെ അപ്പോൾ ലെറ്റ്സ് ഗോ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാനുണ്ട്, കാണിച്ചു തന്നിട്ട് നമുക്ക് തുടങ്ങാം. സോ ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സെക്കൻഡ്, ഞാൻ ഈ എൻ്റെ ഐപാഡ് ഒന്ന് എടുത്തോട്ടെ. എനിക്ക് കമന്റ് കാണുന്നില്ല, അതാ ഈ ഫോണിനകത്ത് ഞാനിപ്പോ ഈ സ്ക്രീൻ മാറ്റി കഴിഞ്ഞാൽ ഫോണിൽ എനിക്ക് ഭയങ്കര ചെറിയ സ്ക്രീനിലേ കാണുള്ളൂ. ഇതാകുമ്പോ കമന്റ് കാണാലോ. RP ബ്രോ, ഇതെല്ലാം RP എല്ലാം ഇത് കഴിഞ്ഞിട്ടേ ഞാൻ കേറത്തുള്ളൂ. എനിക്ക് കുറച്ച് ഇത് നിങ്ങൾ വിചാരിക്കണ പോലെ ചെറിയൊരു ഇഷ്യൂ അല്ല. ഇത് എവിടെ സൗണ്ട് കുറയ്ക്കണേ? സോറി എക്കോ അടിച്ചത്, സോറി. ലെറ്റ്സ് ഗോ. അപ്പൊ നമുക്ക് തുടങ്ങാം. സോ ആദ്യം തന്നെ ഗൈസ്, ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും ഒരു കാര്യം പറയാം. എനിക്ക് വന്ന, അതായത് ഇന്നലെ അൻവിനെ എക്സ്പോസ് ചെയ്തു എന്ന് പറഞ്ഞ് കോണ്ടന്റ് ഇട്ട ഒരാള്, ഡോക്ടർ ഡ്രേക്ക് എന്ന് പറയുന്ന ആള് എന്നെ ഫോൺ വിളിച്ചപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ എൻ്റെ അലിഗേഷൻ എന്ന് പറയണത് അൻവിനെ എക്സ്പോഷർ കൊടുത്തത് ഞാനാണ്, അതാണ് ഇതാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ അടുത്ത്. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ അൻവിനെ ആദ്യമായിട്ട് കാണുന്നത്, ഞാൻ UK താമസിക്കുന്നത്, മനസ്സിലായി? അതായത് ഞാൻ യുണൈറ്റഡ് കിങ്ഡത്തിലല്ല ഞാൻ താമസിക്കുന്നത്, ഞാൻ യുണൈറ്റഡ് കൂടല, അതാണ് എൻ്റെ UK. പത്തനംതിട്ടയിലുള്ള കൂടൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ എനിക്ക് അൻവിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് UK പോയി തിരക്കാനുള്ള ഒരു ഇതില്ല, സത്യം പറഞ്ഞ. അതായത് എനിക്ക് UK അൻവിനെ പറ്റി അറിയില്ല. നിങ്ങളെല്ലാവരും അൻവിനെ എങ്ങനെയാണോ കണ്ടിട്ടുള്ളത് അതുപോലെയാണ് ഞാനും അൻവിനെ കാണുന്നത്. അതായത് എനിക്കിഷ്ടമുള്ള, എൻ്റെ വീട്ടിൽ കുറെ ഡോഗ്സ് ഒക്കെ ഉണ്ട്, എനിക്ക് വണ്ടിയോട് അത്യാവശ്യം ക്രേസ് ഉണ്ട്, മനസ്സിലായോ? അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി അങ്ങനത്തെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളെ ഞാനും ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. അൻവിനെ ഞാൻ കണ്ടു. ഈ പറഞ്ഞതുപോലെ എനിക്ക് അൻവിന്റെ കോണ്ടന്റ്സ് ഒക്കെ ഇഷ്ടമായിരുന്നു. ഞാൻ അൻവിന്റെ അടുത്ത് അത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പറഞ്ഞിട്ടുമുണ്ട് പലവട്ടം. അങ്ങനെയാണ് ഞാൻ അൻവിനെ കാണുന്നത്. അൻവിനെ കാണുന്ന സമയത്ത് ഈ നോർമലി നമ്മൾ ഒരു അത്യാവശ്യം, അതായത് നിങ്ങൾക്ക്, അതായത് ഞാൻ ഇത് പറഞ്ഞതിന് മുമ്പ് ഒരു കാര്യം, നിങ്ങൾക്കൊക്കെ അൻവിനെ കുറെ പേർക്ക്, അപ്പാർട്ട് ഫ്രം ദ ഫോളോവേഴ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അൻവിനെ കുറച്ചധികം അറിഞ്ഞു തുടങ്ങിയത് എപ്പോൾ തൊട്ടാണെന്ന് ഞാൻ കാണിച്ചു തരട്ടെ. ഈ ഇന്റർവ്യൂവിന് ശേഷം ഈ ഇന്റർവ്യൂ ആണ് അൻവിന്റെ ഏറ്റവും കൂടുതൽ കട്ട്സ് വന്ന ഇന്റർവ്യൂ. റിട്ടയർമെന്റിന്റെ കാര്യവും പുള്ളിയുടെ ഫാം ഹൗസിന്റെ കാര്യവും ഡോഗ്സിന്റെ കാര്യവും എല്ലാം ഇൻസ്റ്റഗ്രാമിൽ റീലായിട്ട് തരംഗമായിട്ട് വന്ന ഒരു കോണ്ടന്റ് എന്ന് പറയുന്നത് ഇതാ. ശരിക്കും സൈന സൗത്ത് പ്ലസ് ചെയ്ത നമ്മുടെ അൻവിന്റെ കോണ്ടന്റ്. സോ ഈ അൻവിന്റെ കോണ്ടന്റ് വന്നപ്പം 1.1 മില്യൺ വ്യൂസ് ആണ്. ഈ ഒരു സാധനം ശരിക്കും അപ്ലോഡ് ആയേക്കുന്നത് 7 മാസം മുമ്പാ. സോ ഞാനും കൂടുതൽ കാര്യങ്ങൾ അൻവിനെ പറ്റി അറിയണത് ശരിക്കും പറഞ്ഞാൽ ഇതിനു ശേഷമാണ്. അപ്പൊ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം എല്ലാവരും ഓൾറെഡി ഈ പറയണത് പോലെ പുള്ളിക്ക് ഒരു എക്സ്പോഷറും കാര്യങ്ങളൊക്കെ വന്നപ്പം ഒബ്വിയസ്ലി എൻ്റെ പോഡ്കാസ്റ്റ് ചാനലാണ് കൊണാത പോഡ്കാസ്റ്റ്, മനസ്സിലായോ? നമ്മൾ ഈ കൊണാത പോഡ്കാസ്റ്റിൽ നോർമലി പോഡ്കാസ്റ്റ് നടത്തുന്ന ഒരാള് നമ്മൾ എന്താ നോർമലി ചെയ്യുന്നത്, സെൻസേഷൻ ആയിട്ടുള്ള ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരും. സോ ഇതിലേക്ക് അങ്ങനെ വന്ന ഞാൻ ആദ്യമായിട്ട് പോഡ്കാസ്റ്റിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് അൻവിനെ വിളിക്കുന്ന സമയത്താണ് ഈ പോഡ്കാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ട് 2 മാസം ആയതേ ഉള്ളൂ. രണ്ട് മാസം ആയിട്ടുള്ളൂ ഈ പോഡ്കാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ട്. ആരെയോ തെറി വിളിച്ചതൊക്കെ കേൾപ്പിക്കാതെ, കുപ്പിക്കകത്ത് കയറുന്ന വെടി വെക്കാതെ എല്ലാം ഞാൻ കേൾപ്പിച്ചിട്ടേ പോകത്തുള്ളൂ. ഞാൻ മൊത്തം പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. നിങ്ങൾക്ക് ആരെയോ തെറി ഒരാൾ ചുമ്മാ ഒരാളെ തെറി വിളിക്കുമോ? അവന്റെ മെസ്സേജ് മാത്രം ബ്ലറാ, എന്റെ മെസ്സേജ് മാത്രം വിസിബിൾ, കാണിച്ചു തരല്ല, വെയിറ്റ് ചെയ്യും. അപ്പോ അങ്ങനെയാണ് ഈ പോഡ്കാസ്റ്റിൽ അൻവിൻ വരുന്നതും ഈ കാര്യങ്ങളൊക്കെ പറയുന്നതും. ഈ പോഡ്കാസ്റ്റിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻ ബിറ്റ്വീൻ ഞങ്ങളുടെ കോൺവെർസേഷനിൽ ഒബ്വിയസ്ലി എൻ്റെ മനസ്സിലുള്ള പ്രൊഫൈൽ, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള പ്രൊഫൈൽ, അതായത് അൻവിന്റെ ലിവിങ് സ്റ്റൈല്, അൻവിന്റെ ഡോഗ്സ്, അൻവിന്റെ കാർസ് എല്ലാം കണ്ടതുപോലെ ഞാനും കണ്ട ഒരാളാണ്. ഞാൻ പുള്ളി അതുവരെ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് കൊച്ചിയിൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് പുള്ളിയെ നേരിട്ട് മീറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോഡ്കാസ്റ്റിന് പുള്ളി എൻ്റെ വീട്ടിൽ വരുന്നത് ആദ്യമായിട്ടാണ്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോണത് എങ്ങനെ എൻ്റെ ബിസിനസ് പാർട്ട്ണറായി, ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, ഇതെന്താണെന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ പോണത്. നിങ്ങൾക്ക് എൻ്റെ റെഗുലർ ലൈവ് കാണുന്ന ആൾക്കാർക്ക് ഇത് അറിയായിരിക്കും. ഞാൻ എന്തായാലും ഒന്നുകൂടെ, പക്ഷെ അറിയാത്ത ആൾക്കാരുടെ അടുത്ത് ഒന്നുകൂടെ എടുത്ത് പറഞ്ഞേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് ഞാൻ പറയുവാണേ, എൻ്റെ കമ്പനി ഞാൻ ഓൾറെഡി ഫോം ചെയ്തതിന് ബ്രാൻഡിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം, ഞാൻ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞായിരുന്നു,
കഴിഞ്ഞ അങ്ങേ ലൈവില് എനിക്ക് അതിൽ ട്രേഡ് മാർക്ക് കിട്ടിയില്ല. ഞാൻ എല്ലാം തുടങ്ങി, എല്ലാം നല്ല രീതിയിൽ തുടങ്ങി, വെബ്സൈറ്റ് എല്ലാം പണിത് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിന്റെ ട്രേഡ് മാർക്ക് റിജക്റ്റ് ആയി. ട്രേഡ് മാർക്ക് റിജക്റ്റ് ആയപ്പം എനിക്ക് എല്ലാം വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങേണ്ട ഗതികേട് വന്നു. എല്ലാം വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങേണ്ട ഗതികേട് വന്നു. സോ അൺടിൽ നൗ എന്റെ കമ്പനിയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കുറെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, അൻവിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് നക്കി പണത്തിന് മുകളിൽ ഒരു പരുന്തും പറക്കത്തില്ല. ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നു, ആർക്ക് വേണമെങ്കിലും വന്ന് വെരിഫൈ ചെയ്യാം. എന്റെ അക്കൗണ്ടിലോ എന്റെ പേര്, എന്റെ പാൻ കാർഡ് നമ്പറിലുള്ള ഏതെങ്കിലും ഒരു അക്കൗണ്ടിലോ അല്ലെ എന്റെ അക്കൗണ്ടിലോ എന്റെ റിലേറ്റീവ്സിന്റെ അക്കൗണ്ടിലോ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ അൻവിന്റെ സൈഡിൽ നിന്ന് ₹1 എന്റെ അക്കൗണ്ടിൽ ഫണ്ട് വന്നാൽ ഞാൻ യൂട്യൂബ് ഡിലീറ്റ് ആക്കി, മൊത്തം ഡിലീറ്റ് ആക്കി ഞാൻ ഇറങ്ങി പോയിടുന്നു. പബ്ലിക്കായിട്ട് ഞാൻ പറയാണ്, കോണ്ടന്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കെല്ലാം എറണാകുളത്ത് വരെ എന്റെ വെരിഫൈഡ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ നിങ്ങൾക്ക്. ഞാൻ നിങ്ങളെ എന്റെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. ഞാൻ എന്റെ മൊത്തം ഞാൻ പറയാണ്, എന്റെ എന്താ ഞാൻ തുടങ്ങാൻ പോയ കമ്പനിയുടെ അതായത് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, അതുപോലെ അത് ഞാൻ പബ്ലിക്കലി കാണിക്കാം. അതുകൂടെ കാണിച്ചു തുടങ്ങാം. വെറുതെ എനിക്ക് വായ്ത്താളം പറയുവാണെന്ന് ആൾക്കാർക്ക് ഒരു തോന്നൽ വരാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഇതെന്റെ കമ്പനിയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സാണ്. ഇത് നടത്തി വെക്കുന്നത് ഈ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പോണത് ആക്ച്വലി ഇവിടെ ഉള്ള ഒരു ഇതാണ്, AACT ആൻഡ് കോ ചാർട്ടേഡ് അക്കൗണ്ടൻസ്. ഇതിന്റെ അടിയിൽ അവരുടെ നമ്പർ ഉണ്ട്. നിങ്ങൾ ഈ കോണ്ടന്റ് ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും വിളിച്ച് വെരിഫൈ ചെയ്യാം. ഇതിന്റെ ഡേറ്റിംഗ് നിങ്ങളൊന്ന് നോക്കണം. 29/11/2025 എന്റെ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന ഡേറ്റ് ആണ് ഇത്. 29/11/2025 ഇതിലാണ് എന്റെ കമ്പനി രജിസ്റ്റർ ചെയ്യാനുള്ള ഞാൻ എന്റെ ഫസ്റ്റ് കൊടുക്കുന്നത്. അതിൽ നിങ്ങൾ കണ്ടോ, അപ്ലൈ ഫോർ ദ നെയിം അപ്രൂവൽ ഓൾറെഡി ഒബ്റ്റൈൻഡ്. ഇത് മാത്രമാണ് എന്റെ കമ്പനിക്ക് വേണ്ടി എനിക്ക് കിട്ടിയത്. ഒരു രജിസ്ട്രേഷൻ തീരാത്ത കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ എങ്ങനെയാണ് എടുക്കുന്നത്? ഒരു രജിസ്ട്രേഷൻ തീരാത്ത കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ എങ്ങനെ എടുക്കും? എല്ലാരും കുറെ പേര് ഈ തമ്മിലൊക്കെ നിങ്ങൾ കണ്ടോ, അൻവിൻ നാട്ടുകാരെ പറ്റിച്ച് പണം ഈഗിളിന്റെ ടീഷർട്ട് കമ്പനിയിൽ ഇട്ടു. അവനായിരുന്നു എന്റെ CA, ഇവന്റെ CA ആയിരുന്നു. എന്റെ ഇതിനകത്ത് വരുന്ന അക്കൗണ്ടിലെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് എല്ലാം അക്കൗണ്ടിൽ ഇട്ടെന്ന്. എന്റെ അക്കൗണ്ടിൽ പൈസ വന്നു. ഞാൻ പറയാണ്, എന്റെ പേരിലുള്ള മൊത്തം ബാങ്ക് അക്കൗണ്ട്സും നിങ്ങൾക്ക് ആരെ കൊണ്ട് വേണമെങ്കിലും വെരിഫൈ ചെയ്യാം. ഈവൻ ഇറ്റ്സ് ആൻ ഇൻകം ടാക്സ്, ഈവൻ ഇറ്റ്സ് എ പോലീസ്, എന്തോ ആയിക്കോട്ടെ. ഞാൻ പബ്ലിക്കലി പറയുക, ഞാൻ അതിന് റെഡിയാ. ആൻഡ് നിങ്ങളെ ഞാൻ ഇത് കാണിച്ചു തന്നെ എന്താന്ന് പറയാൻ, 29/11/2025 രജിസ്ട്രേഷൻ തുടങ്ങിയ ഒരു കമ്പനിയുടെ മിനിമം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്ട്രേഷൻ ചെയ്ത ആൾക്കാർക്ക് അറിയാം, മിനിമം 15 ദിവസം വേണം കമ്പനി ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടാൻ. അത് കഴിഞ്ഞിട്ട് വേണം GST എടുക്കാൻ, ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ. ഇതൊന്നും ഇല്ലാത്ത ഒരു കമ്പനിയിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ? അല്ല, അൻവിൻ എങ്ങനെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തത്? എനിക്ക് അറിയേണ്ട കാര്യം അതാ. അൻവിൻ ഇതിനകത്ത് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്തത്? ഇവിടെ പറയുന്ന ഒരു ഇത് വേണ്ടേ? ഒരു എല്ലാത്തിനും ഒരു റീസൺ വേണം. അതായത് എന്തെങ്കിലും അറിയാമെങ്കിൽ മാത്രം വന്ന് എക്സ്പോസ് ചെയ്യുക. അത് ഈ ഒരു കാര്യത്തിൽ ഇത് മാത്രമല്ല ഗൈസ്, എനിക്ക് കുറച്ച് കാര്യങ്ങളോട് കാണിക്കാനുണ്ട്. ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് തീരാത്തത് കൊണ്ട് എനിക്ക് ഇൻകം ടാക്സിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായ കാര്യം നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. ഞാൻ എന്റെ കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. എല്ലാം ഇപ്പം ഞാൻ ഓരോന്ന് പേ ബാക്ക് ഒക്കെ ചെയ്ത് എല്ലാം കറക്റ്റായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി എന്റെ CA ആയാലും എന്റെ ആൾക്കാരായാലും എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈകളെ നിനക്ക് ഓൾറെഡി ഇങ്ങനെ ഒരു സംഭവം വന്നതുകൊണ്ട് നീ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ രജിസ്ട്രേഷൻ ഒന്നും കഴിയാതെ ഒരിക്കലും ഫണ്ട് വാങ്ങിക്കരുത്, ഒന്നും വാങ്ങിക്കരുതെന്ന്. പിന്നെ ഇതുവരെ ഞാൻ ഒരു ടീഷർട്ട് മാനുഫാക്ചർ പോലും ചെയ്തിട്ടില്ല. സാമ്പിൾസ് മാത്രമാണ് എൻ്റെ ഉള്ളത്. വെറും സാമ്പിൾസ്, അത് 1-2 ടീഷർട്ട്. എൻ്റെ ഇത് ചെയ്യുന്ന കമ്പനിയെ വരെ ഞാൻ ഇവിടെ വന്ന് വെരിഫൈ ചെയ്യണമെന്ന് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നേരെ വന്ന് ഇവിടെ വന്ന് എന്തുവാന്ന് വെച്ചാൽ നോക്കാം. അതായത് ഞാൻ എല്ലാം കാണിച്ചു കൊടുക്കാൻ റെഡിയാ. അത് ഈ കേരളത്തിലെ റെപ്യൂട്ടഡ് ആയിട്ട് കോണ്ടന്റ് ഈ പ്ലാനിൽ ചെയ്യാൻ പോണ ആരാണേലും എൻ്റെ വീട്ടിലോട്ട് വെൽക്കം. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ എൻ്റെ വീടിൻ്റെ അഡ്രസ്സ് അയച്ചു തരും. എൻ്റെ വീട്ടിൽ വന്ന് വെരിഫൈ ചെയ്യാം. പിന്നെ ഒരു കാര്യമോടെ എനിക്ക് പറയാനുള്ളത്, ഇതിനകത്ത് ഈ ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിനകത്ത് എൻ്റെ പേര് ഞാൻ പൈസ വാങ്ങിച്ച് നക്കി, ഞാൻ പൈസ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ടവന്മാരുടെ എല്ലാ ക്രിയേറ്റേഴ്സിന്റെ അടക്കം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ വീഡിയോ ഇട്ട ആൾക്കാരടക്കം, കാരണം എൻ്റെ ഫോട്ടോ, എൻ്റെ ഫേസ് പബ്ലിക്കലി പോസ്റ്റ് ചെയ്ത് ഡിഫെയിം ചെയ്ത ആരൊക്കെ ഇതിനകത്തുണ്ടോ അവർക്കെതിരെ നാളെ ഞാൻ ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യാൻ പോവാണ്. ഞാനത് ഉറപ്പായിട്ടും ചെയ്യും. കാരണം എനിക്ക് ഇതിനകത്തൊരു ഇൻവോൾവ്മെന്റ് ഇല്ലായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് അറിയിക്കണം. ഞാൻ ആ ഡിഫമേഷൻ കേസ് നാളെ എൻ്റെ വക്കീലിൻ്റെ അടുത്ത് ഓൾറെഡി ഞാൻ സംസാരിച്ച് കഴിഞ്ഞ് ഞാൻ ആ ഡിഫമേഷൻ കേസ് നാളെ കേസ് ഫയൽ ചെയ്യുവാണ്. സോ എനിക്ക് ഇത്
ഇവർ കൊണ്ടുവന്നേക്കുന്ന അലിഗേഷൻ, ഇപ്പൊ എന്റെ പേരിലുള്ള അലിഗേഷൻ ഇതാ. ഇതിനകത്ത് എന്റെ ഇൻവോൾവ്മെന്റ് ഞാൻ പബ്ലിക്കലി വന്ന് തെളിയിക്കാൻ ഞാൻ റെഡിയാണ്. സോ ഞാനത് ഓൾറെഡി നാളെ തന്നെ കൊടുക്കാൻ പോവുക. എന്റെ ഫോട്ടോ ഉപയോഗിച്ച് എന്റെ റെപ്യൂട്ടേഷൻ, എന്റെ ഇത്ര നാളത്തെ എന്റെ റെപ്യൂട്ടേഷനും ഇത് അയച്ചു കൊടുത്തവന്മാർക്കെല്ലാം നാളെ ഞാൻ ലീഗൽ നോട്ടീസ് അയക്കും. ഒരു സംശയമില്ല. അത് ഞാൻ പറയണ ഈ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ബാർക്ക് ചെയ്ത അവന്മാരെടുത്തൊന്നും എനിക്ക് അവന്മാരെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? ഞാൻ പറയണ ക്രിയേറ്റേഴ്സിന്റെ കാര്യമാണ്. ക്രിയേറ്റേഴ്സ് കുറച്ച് പേരുടെ കാര്യമാണ് ഞാൻ പറയാൻ പോണേ. പിന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് എൻ്റെ അടുത്ത് ചോദിക്കാൻ പോണ വേറൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, അൻവിനെ എന്തിനാണ് പോഡ്കാസ്റ്റിൽ കൊണ്ടുവന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം. ഇത് അൻവിന്റെ വീഡിയോ റിവീൽ ചെയ്തിട്ടുള്ള ആളുടെ 11 നവംബർ. ഇപ്പൊ എത്ര കറക്റ്റ് ഒരു മാസമായി കാണത്തില്ല. ഒരു മാസം ആയില്ല, ഒരു 25 ദിവസം മുമ്പ് അൻവിന്റെ വീഡിയോ റിവീൽ ചെയ്ത പുള്ളി എനിക്ക് അയച്ച മെസ്സേജ് ആണ്. ദിലിൻ ബ്രോ നമസ്കാരം. നമ്മളൊരു പോഡ്കാസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. നമ്മളൊരു വീക്കിൽ തന്നെ ഏകദേശം ഫുള്ള് ഫ്ലഡ്ജിൽ തന്നെ തുടങ്ങാനുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ ഒരു ഗസ്റ്റായിട്ട് എനിക്കൊരു ദിവസം ഒരു 10, 15, 20, 30 ചോദ്യം ഓൾറെഡി ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് അയച്ചു തരാം. അത് നോക്കി ഓക്കെ ആണെങ്കിൽ മാത്രം ഒന്ന് പറയുമോ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി എനിക്ക് അയച്ച മെസ്സേജ് ആണ്. ഞാനിത് പുള്ളിയെ കളിയാക്കാൻ വേണ്ടിയല്ല കാണിക്കുന്നത്. ഞാൻ ഇത് കാണിച്ചു. അപ്പൊ ഞാൻ എന്താ പുള്ളിക്ക് റിപ്ലൈ കൊടുത്തു നോക്ക്. ഓക്കെ, സെറ്റ് എനിക്ക് അയച്ചാൽ മതി. താങ്ക് യു സോ മച്ച് ബ്രോ. ഷൂട്ട് കൊച്ചിയിലായിരിക്കുമല്ലേ, മീൻസ് എ ലോട്ട്. പുള്ളി എനിക്ക് അയച്ച മെസ്സേജ് ആണ് ഇത്. ഞാൻ ഇത് കളിയാക്കാൻ വേണ്ടില്ല. വൈ, എന്തുകൊണ്ട് പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു പോഡ്കാസ്റ്റിൽ വരാൻ? എന്തുകൊണ്ട് മെസ്സേജ് അയച്ചു എന്ന് ചോദിച്ചാൽ, ഈ പറയണത് പോലെ ഒരു സ്ട്രീമർ എന്നുള്ള രീതിയിൽ ഒരു റെക്കഗ്നൈസേഷൻ എനിക്ക് ഉള്ളതുകൊണ്ട് പുള്ളി അതിനകത്ത് എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചു. എനിക്കും സെയിം ബ്രോയുടെ അടുത്ത് ഇത് തിരിച്ചും എല്ലായിടത്തും ഇതേ പറയാനുള്ളൂ. ഇത് കണ്ട, സൈന സൗത്ത് പ്ലസ് പോലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ചാനൽ ചെയ്ത് ഫെയിം ആക്കി വെച്ചിരുന്ന ഒരു ക്രിയേറ്ററിനെ ഞാൻ എന്റെ പോഡ്കാസ്റ്റിൽ കൊണ്ടുവന്നതിൽ എന്താണ് തെറ്റ്? അല്ല, ഞാൻ പോഡ്കാസ്റ്റിൽ കൊണ്ടുവന്നതിൽ എന്താ തെറ്റ്? അപ്പൊ പുള്ളി എന്നെ ഇൻവൈറ്റ് ചെയ്തതും ഇതും എക്സാക്ട് സെയിമാ. ഞാനും ഈ സോഷ്യൽ മീഡിയയിൽ ഫെയിമും ബാക്കി എല്ലാ കാര്യങ്ങളും വെച്ചിട്ടാണ് പുള്ളി ഇതിനകത്തോട്ട് ഇൻവോട്ട് വിളിച്ചത്. ഈ വിളിക്കുന്നതിന്റെ ഇടയ്ക്കുള്ള കോൺവെർസേഷൻസ് ആണ് അൻവിന്റെ ആയിട്ടുള്ള എന്റെ ബിസിനസ് ഡീൽ. ഇതുവരെ ഞാൻ എപ്പോഴും പറയല, 5 പൈസ പോലും ഞാൻ ഇത് എന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ആയിട്ടില്ല. കാരണം ഞങ്ങളുടെ കമ്പനി ഫോർമേഷൻ ഇൻകോർപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല. ഈ ഇൻകോർപ്പറേഷൻ കഴിയുന്നതിന് മുമ്പ് അൻവിൻ എന്ന് പറയുന്ന ആളുടെ എന്തെങ്കിലും സ്കാംസ് വെളിയിൽ വരുവാണ്, നിങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ ഞാൻ സ്ട്രെയിറ്റ് അപ് ടു നിങ്ങളുടെ അടുത്ത് പറയാം, എന്റെ ബിസിനസ്സിൽ നിന്ന് ഞാൻ പുള്ളി ഒഴിവാക്കും. പുള്ളിക്ക് ഭാര്യ ഉണ്ടോ, പുള്ളിക്ക് കുഞ്ഞുണ്ടോ എന്നൊന്നും ചോദിക്കാനുള്ള സ്പേസ് എനിക്കില്ല. കാരണം ഞാൻ പുള്ളിയുടെ പേഴ്സണൽ ആയിട്ടുള്ള അത്രയും ഇന്റിമേറ്റ് ഒരു ഫ്രണ്ട് അല്ല. നിങ്ങൾ എക്സ്പോസ് ചെയ്ത കാര്യങ്ങളിൽ പുള്ളിയുടെ ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ പുള്ളിയുടെ ബാക്കി പേഴ്സണൽ കാര്യങ്ങളെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിപ്പോൾ ഒരു ഇന്റർവ്യൂവിന് വരുന്ന ആളുടെ അടുത്ത്, ഗൈസ് നമ്മുടെ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് കണ്ടിട്ടില്ലേ, പോഡ്കാസ്റ്റിൽ എപ്പോഴെങ്കിലും പേഴ്സണൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ? കോണാതെ പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു പോഡ്കാസ്റ്റിൽ നമ്മൾ ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്ന ഒരു സാധനം അല്ലാതെ പ്രീ പ്ലാൻഡ് ആയിട്ട് നമ്മൾ കുത്തിയിരുന്ന് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ആരുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കാറില്ല. വീട്ടിൽ ആരുണ്ട്, അല്ലെങ്കിൽ അത് ചിലപ്പം എന്തെങ്കിലും ക്യാഷ് ഇടാം. നമുക്ക് ചിലപ്പോൾ അത്രയ്ക്കും ഒരു കോൺവെർസേഷനിൽ നമുക്ക് ആ ഇത് ബോണ്ട് തോന്നിയാൽ മാത്രമേ അത് ചെയ്യാറുള്ളൂ, ഈവൻ തോ ചെയ്താലും. പക്ഷേ അൻവിന്റെ അടുത്ത് എനിക്കത് ചോദിക്കാനുള്ള ഫ്രീഡം ഇല്ല. കാരണം അൻവിന്റെ അടുത്ത് അവിടെ ആരൊക്കെ യു കെയിൽ ഏതൊക്കെ ഉണ്ട് അതൊന്നും ഒരിക്കലും എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല ഗൈസ്. സോ അതുകൊണ്ട് എനിക്കത് പറ്റൂല. ഞാൻ അതുകൊണ്ട് പുള്ളിയുടെ അടുത്ത് ഞാനത് ചോദിച്ചിട്ടില്ല. ഞാൻ പുള്ളിയുടെ ചോദിച്ചിട്ടില്ല, പുള്ളിയുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല, പുള്ളിയുടെ ഒന്നുമേ ചോദിച്ചിട്ടില്ല. ഒന്നുമേ ചോദിക്കാത്തിടത്തോളം കാലം എൻ്റെ കയ്യിലുള്ളത് ലിമിറ്റഡ് ഇൻഫോ ആയിരുന്നു. ആൻഡ് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരാളെ പറ്റി തിരക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞു. ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിൽ ഞാൻ പറയാം, ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, ഇന്നലെ അല്ല ഈ അലിഗേഷൻ പുറത്തു വരുന്നത്. ഇതിനു മുമ്പ് കുറെ പേര് അൻവിന്റെ പേരിൽ എന്തൊക്കെയോ സ്കാം ഉണ്ടെന്ന് പറഞ്ഞ് ഇതിനു മുമ്പ് എന്റെ കാസറ്റ് വീഡിയോ ഇട്ടപ്പോൾ തൊട്ടേ ഞാൻ ഇത് എൻക്വയറി ചെയ്യുന്നുണ്ട് പല ആൾക്കാരുടെ അടുത്തും. പക്ഷെ എനിക്ക് കിട്ടുന്നില്ല. ഞാൻ യു കെ വരെ പോകാൻ പറ്റില്ലല്ലോ. ഇത് ചെയ്യാൻ എനിക്ക് യു കെ വരെ പോകാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് എനിക്ക് അറിയാവുന്ന സർക്കിളിൽ മാത്രമേ ഇത് തിരക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് അതേ തിരക്കാൻ പറ്റുള്ളൂ. തിരക്കാൻ പറ്റാത്ത ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ തിരക്കിയപ്പോഴൊക്കെ അപ്പോഴും ഞാൻ വിചാരിക്കണത് എൻ്റെ കമ്പനിയുടെ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കിന് നമുക്കിത് ചെയ്യാം അങ്ങനെ വിചാരിച്ചിരിക്കുമോ. സ്റ്റിൽ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് മേടിക്കും ഗൈസ്? ഈ ബിസിനസ് ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് അറിയാമെന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മളൊരു പ്രൈവറ്റ് കമ്പനി ലിമിറ്റഡ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ, CA ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറയാനുള്ള എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് പറയാണ്, നമ്മളൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഡയറക്ടേഴ്സ് ആയിട്ട് 2 പേരുണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഈ 2 ഡയറക്ടർമാരുടെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നും
വെച്ചേക്കുന്ന പ്രപ്പോഷനിൽ വരണം. അതായത് 50-50 പാർട്ണർഷിപ്പ് ആണെങ്കിൽ എൻ്റെ കമ്പനിയുടെ ക്യാപിറ്റൽ 10 ലക്ഷം രൂപയാണെങ്കിൽ 5 ലക്ഷം രൂപ ഒരു ആളുടെ കയ്യിൽ നിന്നും മറ്റേ 5 ലക്ഷം രൂപ അടുത്ത ആളുടെ കയ്യിലും. ഇതാണ് ആക്ച്വലി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു ബേസിക് റൂൾ. മനസ്സിലായോ? അപ്പോഴും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക എൻ്റെ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ കഴിയട്ടെ, അപ്പോഴത്തേക്കിനും പുള്ളിയോട് സംസാരിക്കുക. സോ ഇന്നലെ പുള്ളി റിവീലായി. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, എനിക്കിതിൻ്റെ അതർ സൈഡ് കേൾക്കണം. മറ്റേ ഡ്രേക്ക് ബ്രോ വന്നിട്ട് പുള്ളിയുടെ പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞു. അൻവിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ആരെങ്കിലും കേട്ടോ? അൻവിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അൻവിൻ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്നാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അൻവിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവും ഇതിൻ്റെ സത്യം എന്താണെന്നും അൻവിൻ്റെ സൈഡിൽ നിന്ന് ഇത് പറയും. അത് പറഞ്ഞിട്ടും അൻവിനാണ് ഇതിനകത്ത് ഗിൽറ്റി, അല്ലെങ്കിൽ എല്ലാം ഇതിനകത്ത് പ്രശ്നം അൻവിൻ്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസിഷൻ മാറ്റിയിട്ട് ഞാൻ ഈ പറയണതുപോലെ നിൽക്കും. അൻവിൻ അത് പ്രൂവ് ചെയ്യാനുള്ള ടൈം ആയെന്ന് അൻവിൻ തന്നെ അറിയാം. സോ അൻവിൻ അത് ചെയ്യും. ഇതിനകത്ത് ഞാൻ എന്ത് തെറ്റാ വേറെ ചെയ്തേ? നിങ്ങൾക്ക് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കുള്ളതിൻ്റെ അടുത്ത് ചോദിക്കാം, എന്ത് തെറ്റാണ് ഞാൻ ഇതിൽ കൂടുതൽ ഇതിനകത്ത് ചെയ്തേ? നിങ്ങളെ ആരെങ്കിലും അൻവിൻ്റെ കോഴ്സോ അല്ലെങ്കിൽ അൻവിൻ്റെ മറ്റേ എന്തെങ്കിലും പരിപാടി ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടോ? എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അൻവിൻ, അതാ അൻവിൻ ബ്ലോഗ് ഇട്ടിട്ടുണ്ട്. അല്ലാതെ വേറെ ഞാൻ എന്താ ഇതിനകത്ത് ചെയ്തേ? എൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ എന്താ പരുന്ത് ടാട്ടടാ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്ത് തരാം ഞാൻ. എനിക്കതിന് സോഷ്യൽ മീഡിയയിൽ ഞാൻ കുറയ്ക്കൂല. അതിന്റെ പ്രൂഫ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ ലൈവ് വന്നേക്കുന്നത്. മനസ്സിലായ? അത് ഞാൻ ലീഗലി തന്നെ മൂവ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഈ ഇതുപോലത്തെ ക്രിയേറ്റേഴ്സ് 2-3 പേരെ ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. ഫേക്ക് ഇൻഫോ ഇതുപോലത്തെ അൻവിൻ നാട്ടുകാരെ പറ്റിച്ച പണം ഈഗിളിന്റെ ടീഷർട്ട് കമ്പനിയിൽ ഇട്ടു. സുനിലോജി ഇതിന്റെയൊക്കെ കമന്റ് സെക്ഷൻ കാണണം കേട്ടോ ഗൈസ്. ഈഗിൾ MDMA ഡീലർ എന്തൊക്കെയാണ്. ഞാൻ ഒരു സത്യം നിങ്ങളുടെ അടുത്തൊക്കെ പറയാം. ഈ സ്ഥിരം ഇങ്ങനത്തെ ഉമ്പിത്തരം പരിപാടികൾ ചെയ്യുന്ന ആൾക്കാരെ അല്ല വേണ്ടുന്നത്. എന്തെങ്കിലുമൊക്കെ മര്യാദയ്ക്ക് ചെയ്ത് മര്യാദയ്ക്ക് ഇത്രയും നാൾ നിന്ന ആൾക്കാരുടെ ഒരു ചെറിയ മിസ്റ്റേക്കിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഹോണ്ട് ചെയ്യണത്. ലിറ്ററലി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നതും അതിന് വേണ്ടിയിട്ടാ. എന്തെങ്കിലും ഒരെണ്ണം കിട്ടണം, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടണം. ആൻഡ് അടുത്തത് ചെറിയ കാര്യം കിട്ടണമെന്ന് പറയുമ്പോൾ അടുത്തൊരു സ്റ്റോറി വന്നത് ഇതാണ്. ഇതിൽ എന്താ ഈഗിൾ ഗെയിമിംഗ് ഇതൊക്കെ എന്ന് ചോദിച്ചുകൊണ്ട് പുള്ളി ഒരു സ്റ്റോറി ഇട്ടായിരുന്നു. ഇതിനകത്ത് ഞാൻ തെറി വിളിക്കുന്ന ഭാഗം മാത്രം ലൈക്ക് അതൊരു ബ്ലർനെസ് കുറവാ, ഇന്റൻസിറ്റി കുറവാ. കണ്ട ഞാൻ എവിടെ സ്കാം എന്നൊക്കെ ചോദിക്കുന്ന ഇതുണ്ട്. ഇത് ഇനി നിങ്ങൾക്ക് ഈ അക്കൗണ്ടിന്റെ ഉടമയെ കാണണം. നിങ്ങൾക്ക് ഇതാ 6000 ഫോളോവേഴ്സ് അയക്കുന്ന വോയിസോ, എടാ ഞാൻ നിന്നെ ഉണ്ടല്ലോ, ഞാൻ നിന്റെ അവിടെ വന്ന് അടിക്കും, അത് ചെയ്യും ഇത് ചെയ്യും. ഒരു അമ്മാവനാ, പുള്ളി ഒരു അമ്മാവനായിട്ട് ഫിദാന്ന് അവന്റെ ഐഡന്റിറ്റിയാ ഫിദ. 6000 ഫോളോവേഴ്സ് ഉണ്ട് ഈ ഫിദയ്ക്ക്. എനിക്ക് മെസ്സേജ് അയക്കുമ്പോ എടാ നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ റിവീൽ ചെയ്യും. വേറെ രാത്രിയാവുമ്പോ ഇതാണ് രാത്രിയിൽ ഈ അക്കൗണ്ടിൽ നിന്നുള്ള പരിപാടി. മനസ്സിലായ? ഇങ്ങനത്തെ കുറെ അമ്മമാരുണ്ട്. ഇവന്റെയൊക്കെ പ്രൂഫാണ്, ഇതാണ് പ്രൂഫായിട്ട് ഇട്ടേക്കണേ പുള്ളി. ഇതിൽ എന്താണ് കാര്യം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടാ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട്, ഈ ഫിദ എന്ന് പറയുന്ന ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് എന്നെ മെൻഷൻ ചെയ്ത് പബ്ലിക് പോസ്റ്റുകളിൽ മൊത്തം ഊമ്പിത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ അത് ചോദിച്ചപ്പം അവനോടുള്ള കോൺവെർസേഷൻ ആണ് ഈ തെറിവിളി. ഈ വോയിസ് ഒന്നും പ്ലേ പോലും ചെയ്യാൻ പറ്റൂല. എന്റെ അമ്മോ, എനിക്ക് തന്നെ ഇതായി പോയി ഇതൊക്കെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ. മനസ്സിലായ? ഇതൊക്കെ അവൻ കൊണ്ട് ഇട്ടോട്ടെ, എനിക്ക് പ്രശ്നമില്ല. എന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ഒരുത്തിനെ ഞാൻ തിരിച്ച് ഉമ്മ വെക്കണമെന്നാണോ പറയണേ? അല്ല, ഈ തെറി വിളിക്കുന്നത് ഇത്ര സീനി അത് ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ്. അവന്റെ DM-ലാ, പേഴ്സണൽ DM-ല്. സോ ഇതാണ് ഇതുവരെയുള്ള കാര്യം. മനസ്സിലായ? ഇതുവരെയുള്ള കാര്യങ്ങളും ഇതുവരെയുള്ള ഇതും ഇതാണ്. ഇതിനെ ഈ കാര്യത്തിൽ ഇത്രയും വെച്ചിട്ടാണ് എൻ്റെ പേരിൽ ഞാൻ എന്തോ കുറ്റം ചെയ്ത്, ഞാൻ എന്തോ ഇത് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നേരമായിട്ട് എൻ്റെ അടുത്തോണ്ട് ഇരിക്കുന്നത്. രാവിലെ തൊട്ട് കുറെ ഫേക്ക് അക്കൗണ്ട് വാണങ്ങളുടെ കുറെ ആൾക്കാരുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുവാ ഞാൻ.